എക്സൈറ്റ് എന്ന വാക്കിൽ നിന്നാണ് എക്സസൈസ് എന്ന വാക്കുണ്ടായത്. എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം. ഇതൊരു റോങ് ഇമോഷൻ ഉണ്ടാക്കുന്ന വാക്കാണ്. മെജോറിറ്റി ഓഫ് ആൾക്കാരും എക്സസൈസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് ഇതൊരു കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മുതൽ എക്സസൈസ് എന്ന് പറയുന്നതിന് പകരം പ്ലേയിങ് വിത്ത് യുവർ ബോഡി എന്ന് പറഞ്ഞു തുടങ്ങാം. കാരണം പ്ലേയിങ് എന്നത് റൈറ്റ് ഇമോഷൻ ഉണ്ടാക്കുന്ന വാക്കാണ്. ഒരിക്കൽ ഫുട്ബോൾ ലീഗിന്റെ ഉടമകള് ഫുട്ബോൾ ഇതിഹാസമായ പെലെയെ കാണാനെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കുന്നതിന് പ്രതിഫലം ഓഫർ ചെയ്തു. ആ സമയത്ത് വളരെ കൗതുകത്തോടു കൂടി പെലെ അവരോട് ചോദിച്ചു, ഫുട്ബോൾ കളിക്കുന്നതിന് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രതിഫലവും ലഭിക്കുന്നു. വാട്ട് എ ലൈഫ് എന്നാണ് പെലെ പറഞ്ഞത്. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കഷ്ടപ്പാട് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് കഷ്ടപ്പാട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ആരാണ് അവരുടെ പാഷനെ പ്രൊഫഷനാക്കി മാറ്റിയത്? നമ്മൾ കുട്ടികളോട് ഫുട്ബോൾ കളിക്കൂ എന്നാണ് പറയുന്നത്. അതൊരു വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് കുട്ടികളോട് പഠിക്കാൻ പറയുന്നതിന് പകരം പ്ലേയിങ് വിത്ത് യുവർ ബുക്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. അത് ഉറപ്പായിട്ടും അവരുടെ ചിന്താഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് അതിലെ പല ഡയലോഗുകളും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ബുക്ക് 10 തവണ വായിച്ചാലും അതിലെ പല കാര്യങ്ങളും നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നില്ല. എന്താണ് അതിന്റെ പിന്നിലുള്ള റീസൺ? സിനിമ കാണുന്നത് എൻജോയ് ചെയ്യാനും ബുക്ക് വായിക്കുന്നത് എക്സാമിൽ സ്കോർ ചെയ്യാനുമാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത്, എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ മനസ്സിൽ പതിയൂ എന്നുള്ള സത്യമാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.